Ciao, come stai tutti? ഇന്ന് കുറച്ച് വഴിയോര കാഴ്ചകളും പിന്നെ ഇവിടുത്തെ കുറച്ച് പ്രോഗ്രാമിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 2 ദിവസത്തെ വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാർ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ പേരാണ്, ഒരാളുടെ പേര് ജോജി എന്നും ഒരാളുടെ പേര് ബിജോയ് എന്നും ഒരാളുടെ പേര് ധന്യ എന്നും. ഇവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആദ്യത്തെ ദിവസം ഞങ്ങളെല്ലാവരും ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ആ സമയത്താണ് ഓരോ കാഴ്ചകളും ഞങ്ങൾ വഴിയോരത്ത് കണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൻ്റെ ബാക്ക് സീറ്റിൽ നമ്മൾ നിരന്നിരിക്കുക. കാരണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് സംസാരിച്ച് പോകാമെന്ന് കരുതി എല്ലാവരും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾ പോകുമ്പോൾ ബസ്സിൽ സ്ഥലം ഉണ്ടാകത്തില്ല. നിറഞ്ഞു പോകുന്ന വണ്ടി. ഇന്ന് അതാണോ ആരും ഇല്ല താനും, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളും പിന്നെ മുന്നിൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പേരും മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്തിരിക്കുന്ന ആള് ബിജോയ് എന്ന് പറയുന്ന ചേട്ടനാണ്. ചേട്ടന് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്നിട്ട് ഒരു ചെറിയൊരു മാല ഉണ്ടാക്കി. മാലയിൽ ആളുടെ വൈഫും മക്കളുമാണ്. അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു മാലയും അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇങ്ങനെ ഞങ്ങൾ കുറേ നാളത്തെ സൊറപറച്ചിലും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കാണുന്നത് നമ്മുടെ ജോജി ചേട്ടനാട്ടോ. നമ്മുടെ ജിംനാസ്റ്റിക്കാണ്. ആള് സൂപ്പറാണ്. പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് നമ്മൾ മാനത്ത് നമ്മുടെ മഴവില്ല് കണ്ടു. അങ്ങനെ അതിൻ്റെയും ചെറിയൊരു ഷൂട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പകുതി സ്ഥലം എത്തിയപ്പോൾ കുറച്ച് ആവശ്യങ്ങൾ നമുക്ക് പകുതി സ്ഥലത്ത് ഇറങ്ങേണ്ടി വന്നു. ആ സമയത്താണ് ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്ന സമയത്താണ് കുഞ്ഞു പിള്ളേരുമായിട്ട് പ്രായമായവർ വരെ സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പകുതി വഴിയിൽ ഇറങ്ങാൻ കാരണം കുറച്ച് പ്രാക്ടീസുകളൊക്കെ ഉണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് ഓണം വരാൻ പോകുമല്ലേ. അപ്പം നമ്മൾ ഇവിടുത്തെ മലയാളികൾ ചേർന്ന് ചെറിയൊരു പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അതിലേക്കുള്ള പ്രോഗ്രാമിൻ്റെ കുറച്ച് പ്രാക്ടീസിലേക്കാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് എനിക്കാണെങ്കിൽ ഇവരുടെയൊക്കെ ഫോണുകളും ബാഗും സംഭവങ്ങളൊക്കെ നോക്കിയിരിക്കാനുള്ള കാവൽ ജോലിയും കിട്ടി. അവരങ്ങനെ ഗ്രൂപ്പുകളൊക്കെ തിരഞ്ഞെടുത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസിന് വേണ്ടിയിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനും തുടങ്ങി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിള്ളേർ ഇറ്റാലിയൻസ് നമ്മുടെ ഈ വലിയൊക്കെ കണ്ടിട്ട് അവർക്കും ആഗ്രഹമായിട്ട് അവർ നമ്മുടെ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് വലിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബസ് കയറിയപ്പോൾ വഴിയോരത്തൊക്കെ വഴീൻ്റെ സൈഡിലൊക്കെ ചെറുകിട കടകളൊക്കെ ഞങ്ങൾ കണ്ടു. അതിൽ ഇറ്റാലിയൻ കുറേ മിഠായികളും ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള സാധനങ്ങളും പിന്നെ നെയ്ക്കട്ടകളും അങ്ങനെ കുറേ സാധനങ്ങൾ അതിലുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ മുന്നോട്ടും സൈഡിലേക്ക് നോക്കുമ്പോൾ കുറേ കുതിരവണ്ടികളും അതിൽ ഒരുപാട് പേരും അങ്ങനെ പല പല തരത്തിലുള്ള വണ്ടികൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങളെയും കാണിക്കാം എന്ന് കരുതി പെട്ടെന്ന് അത് ഷൂട്ട് ചെയ്തു. അപ്പോൾ വീഡിയോ ഇതൊരു പള്ളിയുടെ വകയായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ എന്ത് പ്രോഗ്രാമാണെന്നോ ഏത് പ്രോഗ്രാമാണെന്നോ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ സമയത്ത് അത് നോക്കാൻ പറ്റിയില്ല. ഏതൊരു പള്ളിയുടെ പ്രോഗ്രാമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ ഇടയിലാണ് ഒരു കഴുതക്കുട്ടിയെയും ഞങ്ങൾ കണ്ടു. ഇത് കഴുതക്കുട്ടിയാട്ടോ.
ഇങ്ങനെ ഈ വീഡിയോ കണ്ട് മടങ്ങവേ നല്ലൊരു കൃഷിയിടവും കണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും